شرع لكم من الدين ما وصى به نوحا والذي أوحينا إليك وما وصينا به إبراهيم وموسى وعيسى أن أقيموا الدين ولا تتفرقوا فيه كبر على المشركين ما تدعوهم إليه الله يجتبي إليه من يشاء ويهدي إليه من ينيب. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه وسلم أجمعين وبعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. ബഹുമാനരായ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ദർസ് നമ്മളുടെ ഈ അഖീദ പഠന ക്ലാസിൻ്റെ അവസാനത്തെ ദർസാണ്. അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വനറൽ ജമാഅത ഹഖ്ഖൻ വസവാബ വൽ ഫുർഖത സൈഗൻ വഅദാബ. വനറൽ ജമാഅത ഹഖ്ഖൻ വസവാബ, ജമാഅത്തിനെ, ഐക്യത്തിനെ സത്യവും ശരിയുമായി നാം കാണുന്നു. വൽ ഫുർഖത, പിളർപ്പുകളെയും ഭിന്നതകളെയും, സൈഗൻ വഅദാബ, അള്ളാഹുവിൻ്റെ ശിക്ഷയും വഴികേടുമായി നാം നിരീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇമാം അവറുകളിലൂടെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, മറ്റു പല മതങ്ങളിലെയും പോലെ ഗുഹകളിലോ മലമടക്കുകളിലോ സന്യാസ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല ഇസ്ലാം ദീൻ. മറിച്ച് ആധുനിക സമൂഹത്തിന് അനുയോജ്യമായ മതനിയമങ്ങളും ആരാധനാകർമ്മങ്ങളുമൊക്കെയാണ് ഇസ്ലാം ദീൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അവയെല്ലാം പാലിക്കുകയും പുലർത്തുകയും ചെയ്യണമെങ്കിൽ അൽ ജമാഅത്ത് ആവശ്യമാണ്. അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹം. ആ സമൂഹത്തിൻ്റെ നിലനിൽപ്പും ഭദ്രതയും വിശ്വാസത്തിൻ്റെ ഭാഗമായി പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയുമൊക്കെ വിശുദ്ധ ഖുർആനിലും ഹദീസിലും വിശ്വാസികളെ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹി. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു വസിയത്തായി നൽകിയ ദീനി തന്നെയാണ് നിങ്ങൾക്കും ശരീഅത്തായി നൽകിയിട്ടുള്ളത്. അതുതന്നെയാണ് അള്ളാഹുവിൻ്റെ ദൂതരെ നിങ്ങൾക്കും അള്ളാഹു നൽകിയിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നൽകിയതും മൂസാ നബി അലൈഹി ഇസ്ലാമിന് നൽകിയതും ഈസാ നബി അലൈഹി ഇസ്ലാമിന് നൽകിയതും ഒക്കെ അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹി, നിങ്ങൾ ഇസ്ലാം അനുസരിച്ച് യഥാവിധി നിലകൊള്ളുക, വലാ തതഫറഖൂ ഫീഹി, നിങ്ങളതിൽ ഭിന്നിച്ചു പോകാൻ പാടില്ല എന്നതായിരുന്നു എന്നാണ്. മുഴുവൻ പ്രവാചകന്മാരോടും അള്ളാഹു കൽപ്പിച്ച ദീനിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇസ്ലാം ദീനനുസരിച്ച് ജീവിക്കുക, അതിൽ നിന്ന് തെന്നി മാറാതിരിക്കുക, അതിൽ ഗ്രൂപ്പിസവും പിളർപ്പും ഉണ്ടാക്കാതിരിക്കുക എന്ന കാര്യം. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. മാനവകുലത്തിനു വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഏറ്റവും നല്ല സമൂഹമാകുന്നു നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന് തുടങ്ങി അള്ളാഹു പറയുന്നത്, വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഷ്യത്തിൽ മുറുകെ പിടിക്കുക, ജമീഅൻ എല്ലാവരും ഒരുമിച്ച്, വലാ തഫറഖൂ ഫീഹി, നിങ്ങൾ ആ മുറുകെ പിടിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ആ വിഷയത്തിൽ ഭിന്നിച്ചു പോകാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ ഭിന്നതയും പിളർപ്പും വ്യത്യാസങ്ങളും ഒക്കെ ഈ പ്രാപഞ്ചിക നിയമത്തിൻ്റെ ഭാഗമായി അള്ളാഹു നിശ്ചയിച്ചത് തന്നെയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്തരം പിളർപ്പുകളിലും ഗ്രൂപ്പിസങ്ങളിലും പെട്ടുപോകാൻ പാടില്ല.
ദീനനുസരിച്ച് യഥാവിധി നിലകൊള്ളുകയും ഐക്യത്തോടെ ജീവിക്കുകയും ചെയ്യണം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുകയാണ്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. ഇതാകുന്നു എൻ്റെ മുസ്തഖീമായ ശരിയായ പാത. ഫത്തബിഊഹു, നിങ്ങളതിനെ മാത്രം പിൻപറ്റുക. വലാ തത്തബിഉസ് സുബുല, മറ്റു വഴികളിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, അങ്ങനെ അവിടെയും ഇവിടെയും നിങ്ങൾ തലയിട്ടാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇസ്ലാം ദീനിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ, ഫതഫറഖ ബികും അൻ സബീലിഹി, അള്ളാഹുവിൻ്റെ പാതയിൽ നിന്ന് നിങ്ങളെ അത് തെറ്റിച്ചു കളയും. ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മാലുക്കളായി നിലനിൽക്കണമെങ്കിൽ നിങ്ങളോട് അള്ളാഹുവിന് വസിയ്യത്ത് ചെയ്യാനുള്ളത് ഈ കാര്യമാകുന്നു. ഐക്യത്തോടു കൂടി നിലനിൽക്കുക, പിളർപ്പുണ്ടാക്കാതിരിക്കുക, ഭിന്നതയും പരസ്പരവും കൈവെടിയുക, ഐക്യത്തിൽ ഉറച്ചു നിൽക്കുക എന്ന കാര്യം. വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും, നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലാകാൻ പാടില്ല. അഭിപ്രായ വ്യത്യാസവും ഭിന്നതയും വന്നാൽ തഫ്ശലു, നിങ്ങൾ പരാജയപ്പെടും. വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ കാറ്റ് പോയ രൂപത്തിലാകും. നിങ്ങളെ സംബന്ധിച്ച് ശത്രുക്കൾക്കുണ്ടാകുന്ന ഭയം നീങ്ങിപ്പോവുകയും നിങ്ങളെ പെട്ടെന്ന് ഭക്ഷിക്കാമെന്ന് അവർ ധരിക്കുകയും നിങ്ങൾക്ക് നേരെ കൈനീട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഒത്തൊരുമയോടുകൂടിയായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടതെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇന്നല്ലാഹ യർദാ ലക്കും സലാസ, അല്ലാഹു നിങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് 3 കാര്യങ്ങളാണ്. അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ഷൈഅ, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനുള്ള ഇബാദത്തിൽ ഒന്നിനെയും പങ്കാളിയാക്കാതിരിക്കുക. വഅൻ തഅ്തസിമൂ ബിഹബലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കുക, അതായത് ഇസ്ലാം ദീനിൽ. വലാ തതഫറഖൂ, നിങ്ങൾ ഒരിക്കൽ പോലും അഭിപ്രായ വ്യത്യാസത്തിലാകാൻ പാടില്ല. വഅൻ തനാസഹു മൻ വല്ലാഹുല്ലാഹു അംറക്കും, നിങ്ങളുടെ കാര്യം ഏറ്റെടുത്ത നിങ്ങളുടെ ഭരണാധികാരികളോട് നിങ്ങൾ ഗുണകാംക്ഷയോടുകൂടി പ്രവർത്തിക്കുക എന്ന കാര്യങ്ങളാണ് അള്ളാഹു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഐക്യവും രഞ്ജിപ്പും ഈ ഇസ്ലാം ദീനിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഐക്യത്തിൽ നിന്നും രഞ്ജിപ്പിൽ നിന്നും ആരെങ്കിലും പിന്തിരിഞ്ഞു നിന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥത്തിൽ ഇസ്ലാം ദീനിൽ നിന്ന് തന്നെയാണ് പിന്മാറിക്കളയുന്നത് എന്ന് ഈ വചനങ്ങളിലൂടെ അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്. പക്ഷേ പിളർപ്പും ഭിന്നതയും സംഭവിക്കുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് മുൻകൂട്ടി തന്നെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ അങ്ങനെയുള്ള ഭിന്നതകളിലും കക്ഷിത്വത്തിലും ഏതെങ്കിലും ഒരു കക്ഷിയായി ഞാനും ഉണ്ടായിരിക്കും എന്ന് സമാശ്വസിക്കാൻ വേണ്ടിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പഠിപ്പിക്കുന്നത്, മറിച്ച് അതിൽ പെട്ടുപോകാതിരിക്കാനുള്ള മുന്നറിയിപ്പാണ്. ഭിന്നതയും പിളർപ്പും വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന സഹാബിമാരുടെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഉപദേശം, ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി, നിങ്ങൾ എൻ്റെ ചര്യ മുറുകെ പിടിക്കുക, എനിക്ക് ശേഷം വരുന്ന സച്ചരിതരായ എൻ്റെ പിൻഗാമികളെയും 4 ഖലീഫമാരുടെ ചര്യ. തമസ്സകൂ ബിഹ, നിങ്ങളത് മുറുകെ പിടിക്കുക. വഅദ്ദു അലൈഹാ ബിൻ നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങളതിൽ കടിച്ചു പിടിക്കുക. ഇയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ, പുതിയതായി കടന്നു വരുന്ന അനാചാരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. യഹൂദന്മാർ 71 വിഭാഗമായും ക്രൈസ്തവർ 72 വിഭാഗമായും പിളർന്നുപോയി. ഈ ഉമ്മത്ത് 73 പിളരുക തന്നെ ചെയ്യും. അതിലെ 72 നരകശിക്ഷ അർഹിക്കുന്നവരാണ്. ഒരു വിഭാഗം മാത്രമാണ് യഥാർത്ഥ വിശ്വാസികളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത്. സഹായിമാർ ചോദിക്കുകയുണ്ടായി, ആരാകുന്നു ആ ഒരു വിഭാഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എൻ്റെ അനുയായികളും ഇന്ന് ഏതു രൂപത്തിലാണോ നിലകൊള്ളുന്നത് ആ ഇസ്ലാം ദീനിൽ ഉറച്ചു നിൽക്കുന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഭിന്നതയും പിളർപ്പും വരും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ദീനിലുള്ളവർ എന്ന് ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഭിന്നതയും പിളർപ്പും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയാണ്. പ്രകൃതി ദുരന്തങ്ങൾ പോലെ, പകർച്ചവ്യാധികൾ പോലെ, ഭൂമി കുലുക്കവും വെള്ളപ്പൊക്കവും ഒക്കെ പോലെ അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയായിട്ടാണ് ഇസ്ലാം ദീൻ പരിചയപ്പെടുത്തുന്നത്. സൂറത്ത് അൻആമിലൂടെ അള്ളാഹു പറയുകയുണ്ടായി, ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജുലിക്കും,
ഔ യൽബിസകും ശിയഅ വയുദീക ബഅദകും ബഅസ ബഅദ് ഉൻദുർ കൈഫ നുസർരിഫുൽ ആയാതി ലഅല്ലഹും യഫ്ഖഹൂൻ. അല്ലാഹു ആകുന്നു കഴിവുറ്റവൻ. അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും, നിങ്ങളുടെ മുകളിൽ നിന്ന് ഒരു ശിക്ഷ ഇറക്കാൻ അല്ലാഹു കഴിവുള്ളവനാണ്. ഔ മിൻ തഹ്തി അർജുലിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ കീഴിൽ നിന്ന് ഒരു അദാബ് പുറപ്പെടുവിക്കാൻ അല്ലാഹുവിന് കഴിവുണ്ട്. ഔ യൽബിസകും ശിയഅ, അതല്ലെങ്കിൽ നിങ്ങളെ പരസ്പരം ഗ്രൂപ്പുകളും കക്ഷികളുമാക്കി പിളർത്തുകയും വയുദീക ബഅദകും ബഅസ ബഅദ്, നിങ്ങളെ പരസ്പരം എതിരാളികളിൽ പ്രയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ തള്ളിവിടാനും അല്ലാഹുവിന് കഴിവുണ്ട് എന്ന വചനമിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുകളിൽ നിന്ന് ശിക്ഷ ഇറക്കാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, അഊദു ബി വജ്ഹിക, അല്ലാഹുവേ നിന്റെ തിരുമുഖം കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, അങ്ങനെ ഒരു അദാബ് ഇറക്കി നീ ഞങ്ങളെ നശിപ്പിക്കരുതേ. അപ്പോൾ അല്ലാഹു പറയുകയുണ്ടായത് ഔ മിൻ തഹ്തി അർജുലിക്കും, എന്നാൽ കാൽ കീഴിൽ നിന്ന് അദാബ് പുറപ്പെടുവിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കേണ്ടായി, അഊദു ബി വജ്ഹിക, അല്ലാഹുവിൻ്റെ തിരുമുഖം കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, അല്ലാഹുവേ അങ്ങനെ ഒരു അദാബ് ഇറക്കി നീ ഞങ്ങൾ നശിപ്പിക്കരുതേ. വീണ്ടും അല്ലാഹു പറയുന്നത് ഔ യൽബിസകും ശിയഅ, അതല്ലെങ്കിൽ നിങ്ങളെ പരസ്പരം ഗ്രൂപ്പുകളും കക്ഷികളുമാക്കി നിങ്ങൾ പരസ്പരം പോരടിക്കുന്നതാണ് നിങ്ങൾക്കുള്ള അദാബ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹാദിഹി അഹ്വൻ, ഇതാണ് മറ്റുള്ള അദാബിലേറെ കുറച്ചുകൂടി ആശ്വാസമുള്ള അദാബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ ഭാഗമാണ് പിളർപ്പും കക്ഷിത്വവും ഐക്യമില്ലായ്മയും ഒക്കെ എന്ന് ഖുർആനിലെ ഈ വചനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഐക്യവും രഞ്ജിപ്പും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് തുരങ്കം വെക്കുന്ന, അതിനെ ദുർബലപ്പെടുത്തുന്ന യാതൊരു പ്രവൃത്തിയും ഒരു വിശ്വാസിയിൽ നിന്നും ഉണ്ടായിക്കൂടാ. സ്വാഭാവികമായി ഇവിടെ ഒരു ചോദ്യം ഉയർന്നു വന്നേക്കാം, ഏതാണ് സത്യത്തിലുള്ള കക്ഷി? അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂലും സഹാബിമാരുണ്ടായിരുന്ന യഥാർത്ഥ ഇസ്ലാം ദീൻ, അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, അതിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. വയതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ ഫീ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കയറിലാണ് മുറുകെ പിടിക്കേണ്ടത്, അതിൽ നിന്നാണ് ഭിന്നിച്ചു പോകാൻ പാടില്ലാത്തത്. അള്ളാഹുവിൻ്റെ പാശം വിട്ട് ഖുർആനും ഹദീസും വിട്ട് മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ച് ഐക്യത്തിലാകാനല്ല ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഈ ആയത്തിൻ്റെ തുടർച്ചയായി അള്ളാഹു പറയുന്നത് വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ജാഹിലിയ്യ കാലത്തെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കുക. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്ത്, നിങ്ങൾ പരസ്പരം ശത്രുക്കളായി പോരടിച്ചിരുന്ന ഒരു കാലത്തിന് ശേഷം അല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അള്ളാഹു ഇണക്കം നൽകി. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, ആ ഇണക്കം മുഖേന ഇന്ന് നിങ്ങൾ ഏകോദര സഹോദരങ്ങളെപ്പോലെയാണ് ജീവിക്കുന്നത്. വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാർ, നരകത്തിൻ്റെ വക്കിലായ ഒരു കാലഘട്ടം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിരുന്നു. ഫഅൻഖദകും മിൻഹ, ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചവൻ അള്ളാഹുവാണ്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ, അപ്രകാരം നിങ്ങൾക്ക് അള്ളാഹു അവൻ്റെ ആയാത്തുകൾ വിശദീകരിച്ചു നൽകുകയാണ് നിങ്ങൾ ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി. അപ്പോൾ ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്നത് അവർക്ക് ഐക്യം തന്നെയായിരുന്നു. പക്ഷേ ആ ഐക്യം വിഗ്രഹാരാധനയിലും അവിശ്വാസത്തിലും മദ്യത്തിലും മദിരാശിയിലുമൊക്കെയായിരുന്നു. അതിൽ നിന്ന് വ്യത്യാസമായി സത്യത്തിലും നീതിയിലുമാണ് ഇസ്ലാം ദീൻ അവരെ ഐക്യപ്പെടുത്തിയത് എന്ന കാര്യമാണ് അള്ളാഹുവിടെ പറയുന്നത്. ഐക്യവും രഞ്ജിപ്പും ഉണ്ടാവാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഇസ്ലാം ദീൻ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഭിന്നതയും വിയോജിപ്പും അകൽച്ചയും ഉണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളും വ്യക്തമാക്കി തന്ന് ഇസ്ലാം ദീൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഐക്യത്തിന് തുരങ്കം വെക്കുന്ന ഒരു ചെറിയ പ്രവൃത്തി പോലും ഇസ്ലാമിക സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള രണ്ട് വ്യക്തികൾക്കിടയിൽ പോലും ഉണ്ടാകാൻ പാടില്ല. ഒരു യാത്രാവേളയിൽ പോലും ഒന്നിച്ചായിരിക്കണം, ഐക്യത്തോടു കൂടിയായിരിക്കണം വിശ്വാസികളെ യാത്ര ചെയ്യേണ്ടത്. വിശ്വനാഥ് പറയുകയുണ്ടായി, 3 പേർ ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചാൽ അവരിൽ ഒരാളെ അവർ നേതാവായി നിശ്ചയിക്കട്ടെ. ഏറ്റവും ചുരുങ്ങിയ അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പിന് പോലും ഒരു നേതൃത്വവും ആ നേതാവിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമായിരിക്കണം മുസ്ലിങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയാണ്. പരസ്പരം മാനസികമായി പോലും അകൽച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് വിശ്വാസികൾ എത്തിപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് 3 പേരുള്ള ഒരു സദസ്സിൽ വെച്ച്
രണ്ടുപേര് മാത്രം മാറിയിരുന്ന് സ്വകാര്യം പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയത്. കാരണം മൂന്നാമത്തെ വ്യക്തിക്ക് മാനസികമായി പ്രയാസമുണ്ടാക്കിയാലോ, അങ്ങനെ ഉണ്ടാക്കുന്ന പ്രയാസമാണ് പിന്നീട് മറ്റു പലതിലേക്കും എത്തിക്കുക എന്ന കാരണത്താലാണ് അത് നിരോധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഐക്യത്തോടു കൂടി ജീവിക്കാൻ, ഒത്തൊരുമയോടുകൂടി ജീവിക്കുവാനാണ് ഇസ്ലാം ദീൻ നമ്മോട് കൽപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബിമാരും ഒരു യുദ്ധവേളയിൽ നിന്ന് മടങ്ങി വരുന്ന വഴിയിൽ അവർ വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തിറങ്ങി. പല സഹാബിമാരും കാറ്റുകൊള്ളുന്നതിനു വേണ്ടിയും അമ്പും വില്ലും നന്നാക്കുന്നതിനു വേണ്ടിയൊക്കെ പല പ്രദേശങ്ങളിലേക്കായി അവർ വളരെ ദൂരത്തൊക്കെ മാറി മാറി ഇരിക്കാൻ തുടങ്ങി. ചില ആളുകളൊക്കെ 2-3 പേരുമായി സംഘങ്ങളായി തിരിഞ്ഞിരുന്ന് സംസാരിക്കുകയും തമാശകൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി ഒരു സഹാബിയെ ചുമതലപ്പെടുത്തി. എന്ന തഫറുക്കും ഹാദിഹി ലമിന ശൈത്താൻ, അല്ലയോ എൻ്റെ അനുയായികളെ, നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയില്ലേ, ഓരോരുത്തരും ഈ 2 പേരും 3 പേരുമായി ഒക്കെ പല സ്ഥലങ്ങളിൽ നിങ്ങളിങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്നത്, അത് പിശാചിൻ്റെ ഭാഗത്തു നിന്നുള്ള പണിയാണ്. നിങ്ങൾക്കിടയിൽ ഭിന്നതയും വിയോജിപ്പും ഉണ്ടാക്കാൻ പിശാച് ചെയ്യുന്ന ഒന്നാമത്തെ കാലടിയാണത് എന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി സഹായിമാരൊക്കെ മടങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ഒരു വിരി വിരിച്ച് അതിലിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവരെല്ലാവരും ഒട്ടിച്ചേർന്നിരുന്നു എന്ന് ആ ഹദീസിലൂടെ സഹാബിമാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇസ്നാനി ഖൈറും മിൻ വാഹിദ്, ഒരാളെക്കാളും നല്ലത് 2 പേരുണ്ടാവുന്നതാണ്. വസലാസുൻ ഖൈറും മിൻ ഇസ്നൈൻ, 2ലേറെ നല്ലത് 3 ആൾ ഒരുമിച്ചുണ്ടാകുന്നതാണ്. വാർബഅത്തുൻ ഖൈറും മിൻ സലാസ, 3 ആളിലേറെ നല്ലത് 4 പേരുണ്ടാകുന്നതാണ്. ഫഅലൈക്കും ബിൽ ജമാഅ, അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെ കൂടെ നിൽക്കുക. ഫഇന്നല്ലാഹ അസ്സ വജല്ല ലൻ യജ്മഅ ഉമ്മത്തി ഇല്ലാ അലാ ഹുദ, അല്ലാഹു ഈ ഉമ്മത്തിനെ മൊത്തത്തിൽ ഹിദായത്തിൽ മാത്രമേ ഒരുമിപ്പിക്കുകയുള്ളൂ. അവരൊരുമിച്ച കാര്യം അള്ളാഹു ഹിദായത്തിലാക്കി തീർക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ കൂടെ ഐക്യത്തിലായിരിക്കണം നമ്മളെല്ലാവരും വർത്തിക്കേണ്ടത് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ജമാഅത്ത് എന്ന് പറയുന്നത് 2 രൂപത്തിലാണ്. ഒന്ന് ജമാഅത്തും ഫിദ്ദീൻ, ദീനിലുള്ള ഐക്യം. രണ്ടാമത്തേത് ജമാഅത്തും ഫിൽ അബ്ദാൻ, ശരീരങ്ങളുടെ ഐക്യം. ഇസ്ലാം ദീൻ ഇത് 2ഉം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ദീനീപരമായ വിഷയങ്ങളിൽ ഒരേ രൂപത്തിലായിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത്, നോമ്പ് പിടിക്കേണ്ടത്, ഹജ്ജ് ചെയ്യേണ്ടത്, നമ്മൾക്കുണ്ടായിരിക്കേണ്ട വിശ്വാസ കാര്യങ്ങളെല്ലാം ഒരേ രൂപത്തിലായിരിക്കണം. അതാണ് ശറഅലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക എന്ന ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോരുത്തർക്കും അവർക്ക് തോന്നിയ രൂപത്തിലുള്ള ദീൻ ആചരിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യാൻ പാടില്ല. മറിച്ച് ഇസ്ലാം ദീൻ എന്താണോ പഠിപ്പിക്കുന്നത് ആ രൂപത്തിലായിരിക്കണം ദീൻ ആചരിക്കേണ്ടത് എന്നാണ്. രണ്ടാമത്തേത് സമൂഹത്തിൻ്റെ ഐക്യം. അതായത് ഒരു സമൂഹം എന്ന നിലയിൽ മുസ്ലിങ്ങൾ ഐക്യത്തോടെയും രഞ്ജിപ്പോടെയും ഒരേ നിലപാടുകാരും ഒരേ കാഴ്ചപ്പാടുകാരും ആയിരിക്കണം എന്ന ഇസ്ലാം ദീനിൻ്റെ കൽപ്പന. ഒരു ഭരണാധികാരിക്ക് കീഴിൽ ഒരുമിച്ച് ആയിരിക്കണം മുസ്ലിങ്ങൾ ജീവിക്കേണ്ടത്. ഈ 2 കാര്യവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ദീനീപരമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി കക്ഷികളായി മാറിക്കഴിഞ്ഞാൽ അവർക്കൊരു ശിക്ഷയെന്നോണം അവർക്ക് സാമൂഹികമായ ഭിന്നത അള്ളാഹു ഇട്ടുകൊടുക്കും. അതാണ് ഇസ്ലാമിക ലോകത്ത്, ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കാലാകാലങ്ങളിലായി നമ്മൾ കാണുന്നത്. മതപരമായ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് രാഷ്ട്രീയപരമായ വിഷയത്തിൽ യോജിപ്പിലെത്താൻ സാധിക്കാത്ത വിധം വളരുകയും അവർ പല കക്ഷികളുമായി തിരിയുകയും അവരുടെ ശക്തി ചോർന്നു പോവുകയും ചെയ്യുന്നത്. രണ്ടാമത്തേത് ജമാഅത്തും ഫിൽ അബ്ദാൻ എന്ന് പറയുന്നത് സാമൂഹ്യപരമായ മുസ്ലിങ്ങളുടെ ഐക്യം. അതും പ്രധാനപ്പെട്ടതാണ്. അതിലുള്ള ഐക്യം ശ്രദ്ധിക്കാതെ അവർ പല നിലപാടുകാരായി മാറിക്കഴിഞ്ഞാൽ അത് വളർന്ന് പിന്നീട് അവർക്ക് പള്ളിയിൽ യോജിപ്പിലെത്താൻ പാടില്ലാത്ത രൂപം അവർക്കിടയിൽ ഭിന്നതയുണ്ടാകും. രണ്ടാമത്തെ ഭിന്നത ആദ്യത്തിലേറെ ഗൗരവം കുറഞ്ഞതാണെങ്കിലും, അതായത് സാമൂഹ്യപരമായ വിശ്വാസികളുടെ വ്യത്യസ്തങ്ങളായ നിലപാടുകൾ അത് വളർന്ന് അവരുടെ ദീനീപരമായ വിഷയത്തിലേക്ക് എത്തിച്ചേരുകയും അതിൽ പിന്നീട് യോജിപ്പിലെത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. അതുകൊണ്ട് 2 രൂപത്തിലും ഒരേ നിലപാടുകാരായിരിക്കണമെന്നാണ് ഇസ്ലാം ദീൻ നമ്മളോട് പറയുന്നത്. വഅതിഉല്ലാഹ വഅതിഉർ റസൂല വഉലിൽ അംരി മിൻകും, നിങ്ങൾ അല്ലാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുക, നിങ്ങളുടെ കൂട്ടത്തിലെ ഭരണകർത്താക്കളെയും. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദുഹു ഇലല്ലാഹി വർ റസൂൽ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായാൽ അള്ളാഹുവിലേക്കും അവൻ്റെ പ്രവാചകനിലേക്കും ആ വിഷയങ്ങൾ നിങ്ങൾ മടക്കി നിങ്ങൾ സത്യത്തിലേക്ക് മടങ്ങി വരിക എന്ന് ഇസ്ലാം ദീൻ കൽപ്പിക്കുകയാണ്. ഇതിലേതെങ്കിലും ഒരു ഐക്യത്തിന്, അതായത് ദീനീപരമായ വിഷയത്തിലുള്ള ഐക്യം, സാമൂഹ്യപരമായ ഐക്യം,
അതിലേതെങ്കിലും ഒന്നിന് മറ്റൊന്നിലേറെക്കാളും പ്രാധാന്യം കൽപ്പിച്ച് അതിലേതെങ്കിലും ഒന്നിനു വേണ്ടി മാത്രം പ്രയത്നിച്ചാൽ യഥാർത്ഥത്തിൽ അത് അബദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവ രണ്ടും നേടിയെടുക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ദീനിൻ്റെ വിഷയത്തിൽ മാത്രമാണ് ഐക്യത്തിൽ അവർക്ക് താല്പര്യമുള്ളത്. അതായത് ദീനീപരമായ വിഷയം ഇസ്ലാം ദീൻ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ആയിരിക്കണമെന്ന് കണിശ ബുദ്ധി കാണിക്കുകയും അത് പ്രചരിപ്പിക്കാൻ ചെയ്യുകയും മത്സരിക്കുമ്പോൾ തന്നെ സാമൂഹ്യപരമായ ഐക്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാധാന്യത്തോടു കൂടി കാണുന്നില്ല. അത് യഥാർത്ഥത്തിൽ തെറ്റാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം സാമൂഹ്യപരമായ ഐക്യത്തിന് മാത്രം പ്രാധാന്യം കൽപ്പിക്കുകയും ദീനിൻ്റെ വിഷയത്തിൽ ഏത് രൂപത്തിലായാലും വിരോധമില്ല, സാമൂഹ്യപരമായ ഐക്യമാണ് മുസ്ലിങ്ങളുടെ നിലനിൽപ്പ് എന്ന് തെറ്റിദ്ധരിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നവർ. യഥാർത്ഥത്തിൽ ഇസ്ലാം ദീനിൽ അവഗാഹമുള്ളവർ ചെയ്യേണ്ടത് ദീനീപരമായ വിഷയത്തിലും സാമൂഹ്യപരമായ വിഷയത്തിലും മുസ്ലിങ്ങളെ ഐക്യപ്പെടുത്തുവാനും ദീനനുസരിച്ച് ജീവിക്കുവാനുമുള്ള പരിശ്രമമായിരിക്കണം. അതേപോലെ തന്നെ ഭിന്നതയുടെ വിഷയങ്ങൾ, ഭിന്നത എന്ന് പറയുന്നത് 3 രൂപത്തിലാണ് പണ്ഡിതന്മാർ വിവച്ഛേദിച്ചിട്ടുള്ളത്. ഒന്നാമതായി ദീനിൻ്റെ അടിസ്ഥാനപരമായ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം, ദീനിൻ്റെ യഥാർത്ഥ അന്തസത്തയിൽ നിന്ന് മാറുന്ന തൗഹീദിലും അഖീദയിൽ നിന്നും തെറ്റിപ്പോകുന്ന തരത്തിലുള്ള പിളർപ്പുകൾ, അത് യഥാർത്ഥത്തിൽ ഇസ്ലാം ദീൻ നിഷിദ്ധമാക്കിയതാണ്. രണ്ടാമത്തേത് അനാചാരങ്ങളും ബിദ്അത്തുകളും പ്രവർത്തിച്ചുകൊണ്ട് ദീനിൽ പിളർന്നു പോകുന്നത്, അതും ആക്ഷേപകരമായ സംഗതികളാണ്. പലതരത്തിലുള്ള ആഘോഷങ്ങളും നേർച്ചകളും പൂരങ്ങളും ഒക്കെ ഇസ്ലാം ദീനിൻ്റെ പേരിൽ സംഘടിപ്പിച്ചുകൊണ്ട് ഇസ്ലാം ദീനിൽ നിന്ന് പിളർന്നു പോവുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബിമാരും പഠിപ്പിക്കാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് പുതിയ പുതിയ വിശ്വാസങ്ങളും ചിന്താധാരകളുമായി നീങ്ങുക, അതും ഇസ്ലാം ദീൻ വിരോധിച്ച കാര്യവും ആക്ഷേപകരമായ കാര്യവുമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഇസ്ലാം ദീൻ അനുവദിച്ച അഭിപ്രായ വ്യത്യാസം. അതായത് ഇസ്ലാം ദീനിൽ തന്നെ പല രൂപത്തിലും ചെയ്യൽ അനുവദിക്കപ്പെട്ട പല കാര്യങ്ങൾ. ഉദാഹരണത്തിന് നിസ്കരിക്കാൻ നിന്നാൽ ദുആഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥനയായി ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതരത്തിലുള്ള ദുആകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി എന്ന ദുആ നമുക്ക് ചൊല്ലാവുന്നതാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക തബാറകസ്മുക വതആല ജദ്ദുക എന്ന് തുടങ്ങിയ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാറുണ്ടായിരുന്നു. വേറെയും അല്ലാഹുമ്മ റബ്ബ ജിബ്രായീൽ വ മീകായിൽ എന്ന് തുടങ്ങിയ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം, അവയെല്ലാം തിരഞ്ഞെടുത്തുകൊണ്ട് സൗകര്യപ്രകാരം ചൊല്ലാം, അതൊക്കെ ഇസ്ലാം ദീൻ അനുവദിച്ചതാണ്. അതേപോലെ തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും അംഗീകരിച്ച മേഖലകൾ ഇസ്ലാം ദീനിലുണ്ട്. അവയെല്ലാം ഇഖ്തിലാഫ് തനവ്വു എന്ന വിഭാഗത്തിലാണ് പണ്ഡിതന്മാർ പെടുത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിമാരോട് പറയുകയുണ്ടായി, അഹ്സാബ് യുദ്ധശേഷം നിങ്ങൾ മദീനയിൽ പ്രവേശിക്കാതെ നേരെ ബനൂ ഖുറൈദയിലേക്ക് എത്തുക, അവിടെ എത്തിയിട്ട് മാത്രമേ നിങ്ങൾ അസർ നിസ്കരിക്കാൻ പാടുള്ളൂ. സഹായിമാരിൽ പല ആളുകളും അങ്ങനെ യാത്ര തുടർന്നു. അസറിൻ്റെ സമയം തെറ്റുന്ന സമയം വന്നപ്പോൾ അവർ വഴിയിലിറങ്ങി നിസ്കരിച്ചു. വേറെ കുറേ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത് ബനൂ ഖുറൈദയിൽ എത്തിയാൽ മാത്രമേ അസർ നിസ്കരിക്കാൻ പാടുള്ളൂ എന്നാണ്. അതുകൊണ്ട് സമയം തെറ്റിയാലും ഞങ്ങൾ ബനൂ ഖുറൈദയിൽ മാത്രമേ നിസ്കരിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുകയും അവിടെ എത്തി നിസ്കരിക്കുകയും ചെയ്തു. പിന്നീട് രാത്രിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ ഖുറൈദ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയത്. മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ തന്നെയാണ് അതുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ 2 വിഭാഗം സഹായിമാരും ഹാജരായി. അവർ പരസ്പരം പരാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഭാഗത്തിനെയും ആക്ഷേപിച്ചില്ല. അപ്പോൾ തെളിവുകളുടെയും ആയത്തുകളുടെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ അവ മനസ്സിലാക്കുന്നതിൻ്റെ വ്യത്യസ്തതക്കനുസരിച്ച് ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൽ ആരെങ്കിലും ചെന്നുപെട്ടാൽ അവർ ആക്ഷേപാർഹരല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ശരി ഒന്ന് മാത്രമേ ഉള്ളൂ. സമയം തെറ്റുന്നതിന് മുമ്പ് വഴിയിലിറങ്ങി നമസ്കരിച്ചവരാണ് ശരി പ്രവർത്തിച്ചത്. അതോടൊപ്പം തെറ്റുപടഞ്ഞ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിക്കുകയും ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഒരു ഗവേഷകൻ, ഇസ്ലാമത ശരീഅത്തിൽ ഗവേഷണം നടത്തുന്ന ഒരു പണ്ഡിതൻ, അയാൾ ഗവേഷണം നടത്തുകയും അങ്ങനെ ശരി അയാൾക്ക് ലഭിക്കുകയും ചെയ്താൽ അയാൾക്ക് 2 പ്രതിഫലമുണ്ട്. ആ ഇജ്തിഹാദ് നടത്തിയതിൻ്റെയും അയാൾക്ക് ശരി ലഭിച്ചതിൻ്റെയും പ്രതിഫലങ്ങൾ. എന്നാൽ ഇജ്തിഹാദ് നടത്തുകയും അബദ്ധം പിണയുകയും ചെയ്താൽ അയാൾക്ക് 1 പ്രതിഫലം ബാക്കിയുണ്ട്, അയാൾ പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്തതിൻ്റെ പ്രതിഫലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളും വീക്ഷണമുണ്ടാവുകയും ചെയ്യുന്നത് ഇസ്ലാം ദീൻ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. ആദ്യകാലങ്ങളിലെ മദ്ഹബുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ രൂപത്തിലുള്ളതായിരുന്നു.
ഓരോ പണ്ഡിതന്മാരും അവരവർക്ക് ലഭിച്ച ഹദീസുകളുടെയും അവർ മനസ്സിലാക്കിയ ഇജ്തിഹാദിൻ്റെയും അടിസ്ഥാനത്തിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസം ഇസ്ലാം ദീൻ നിരോധിക്കുന്നില്ല. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുകയും പിന്നീടത് പക്ഷപാതിത്വമായി മാറുകയും ബാക്കിയുള്ള ആളുകളുടെ തെറ്റാണെന്ന് പറയുകയും ഞങ്ങൾ പറഞ്ഞത് മാത്രമാണ് ശരിയെന്ന് പറയുകയും ഓരോരുത്തരും അവരവരുടെ വാദങ്ങളിൽ പക്ഷപാതിത്വം കാണിക്കുകയും ചെയ്യുന്നത് ഇസ്ലാം ദീൻ നിരോധിച്ചതാണ്. എന്ന് മാത്രമല്ല, ഏതാണ് സത്യം എന്ന് കണ്ടെത്തുകയും അതിലേക്ക് മാറുകയും ചെയ്യാതെ നിലവിലുള്ള ആ നിലപാട് തുടരുന്നതും ഇസ്ലാം ദീൻ ആക്ഷേപിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. ഈ ഭൂമിയിൽ പല തരക്കാരും പല വിശ്വാസക്കാരും പല ചിന്താഗതിക്കാരും ഉണ്ടാവുക എന്നത് അള്ളാഹുവിൻ്റെ പ്രകൃതിപരമായ നിയമത്തിൻ്റെ ഭാഗമാണ്. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർദി കുല്ലുഹും ജമീഅ. അള്ളാഹു തആല പറഞ്ഞില്ലേ, നിന്റെ രക്ഷിതാവ് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ, ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ഭൂമുഖത്തുള്ള മുഴുവൻ ആളുകളും വിശ്വാസികളായി മാറുമായിരുന്നു. അഫ അൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. അള്ളാഹു തീരുമാനിക്കാത്ത ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുകയാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ഉപദേശിക്കുകയാണ്. അതേപോലെ വലാ യസാലൂന മുഖ്തലിഫീന ഇല്ലാ മൻ റഹിമ റബ്ബുക്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ജനങ്ങളെല്ലാം ഒരേ രൂപത്തിലാകുമായിരുന്നു. പക്ഷേ അവർ അഭിപ്രായ വ്യത്യാസത്തിലും ഭിന്നതയിലുമായിക്കൊണ്ടേയിരിക്കും. ഇല്ലാ മൻ റഹിമ റബ്ബുക്, അള്ളാഹു കാരുണ്യം ചെയ്തവരൊഴികെ, നിന്റെ നാഥൻ അനുഗ്രഹിച്ചവരൊഴികെ, അവൻ്റെ റഹ്മത്ത് ലഭിച്ചവരൊഴികെ. അപ്പോൾ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ച വിഭാഗത്തിന് മാത്രമാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിക്കഴിഞ്ഞാൽ ഫർദൂഹു ഇലല്ലാഹി വർ റസൂൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും പ്രമാണങ്ങളിലേക്കും മടക്കി സത്യത്തിലേക്ക് തിരിച്ചു വരാൻ ഓരോരുത്തരും ബദ്ധശ്രദ്ധരായിരിക്കണമെന്ന് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഐക്യവും സത്യവും ശരിയായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും അത് മുറുകെ പിടിക്കുകയും വേണം. ബാത്തിലും ഭിന്നതയും നമ്മൾ തിരിച്ചറിയുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യണം. അതാണ് ഇമാം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വാചകങ്ങളിലൂടെ പറയുന്നത്. വനറൽ ജമാഅത്ത ഹക്കൻ വ സവാബ, ഐക്യത്തിനെയും യോജിപ്പിനെയും സത്യവും ശരിയുമായി നാം കാണുന്നു. വൽ ഫുർഖത സൈഅൻ വ അദാബ, ഭിന്നതയെയും പിളർപ്പിനെയും അള്ളാഹുവിൻ്റെ അദാബായും വഴികേടുമായി നാം തിരിച്ചറിയുന്നു എന്ന ഇമാം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകങ്ങൾ. പിന്നീട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് വദീനുല്ലാഹി ഫിൽ അർളി വസ്സമാഇ വാഹിദുൻ, ആകാശഭൂമികളിലെല്ലാം അള്ളാഹുവിൻ്റെ ദീൻ ഒന്ന് മാത്രമാണ്. വഹുവ ദീനുൽ ഇസ്ലാം, അതാകുന്നു ഇസ്ലാം. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മതം ഇസ്ലാം ദീൻ മാത്രമാകുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാം ദീന, നിങ്ങൾക്ക് അള്ളാഹു ഇസ്ലാമിനെയാകുന്നു മതമായി തൃപ്തിപ്പെട്ടു വന്നിരിക്കുന്നത്. വഹുവ ബൈനൽ ഗുലുവി വ തഖ്സീർ, അത് ജീർണതയ്ക്കും തീവ്രവാദത്തിനും മധ്യയാണ്. വബൈന തശ്ബീഹി വ തഅതീൽ, അള്ളാഹുവിൻ്റെ നാമങ്ങളെയും വിശേഷങ്ങളുമൊക്കെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്നതിൽ നിന്നും അള്ളാഹുവിൻ്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും അവയൊന്നും അള്ളാഹില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നതിൻ്റെയും മധ്യയാണ്. വബൈനൽ ജബരി വൽ ഖദർ, അള്ളാഹുവാണ് മുഴുവൻ കാര്യങ്ങളും സൃഷ്ടിച്ചത്, അതുകൊണ്ട് നാം ഒന്നും പ്രവർത്തിക്കേണ്ടതില്ല എന്ന് പറയുന്ന ജബരിയാക്കളുടെയും അള്ളാഹു ഒന്നും തീരുമാനിച്ചിട്ടില്ല, നാം പരിപൂർണരായി സ്വതന്ത്രരാണ് എന്ന് പറയുന്ന ഖദരിയാക്കൾക്കും മധ്യയാണ്. വബൈനൽ അംനി വൽ ഇയാസ്, അള്ളാഹു നമ്മെ ശിക്ഷിച്ചേക്കാം, ഇനി യാതൊരു രക്ഷയുമില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നവരിൽ നിന്നും അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയില്ല, നമ്മളെല്ലാവരും പൂർണ്ണമായി സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന അമിതമായി പ്രതീക്ഷ അർപ്പിക്കുന്നവരുടെ കൂട്ടത്തിലും നമ്മൾ പെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അബൂ ജഅഫർ തഹാവി പറയുന്നത് ഇതാകുന്നു ഫഹാദാ ദീനുനാ വ ഇഅ്തിഖാദുനാ ളാഹിറൻ വ ബാത്തിന, നമ്മൾ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ദീനിൻ്റെയും ആദർശത്തിൻ്റെയും കാര്യങ്ങളാണ് ഈ പറയുകയുണ്ടായത്. വനഹ്നു ബുറആഉ ഇലല്ലാഹി തആല മിൻ കുല്ലി മൻ ഖാലഫ അല്ലദീ ദകർനാഹു ബയ്യന്ന, ഈ വരികളിൽ നാം വിശദീകരിക്കുകയും വ്യക്തമാക്കുകയും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വസിക്കുന്നവരിൽ നിന്നും ആചരിക്കുന്നവരിൽ നിന്നും നാം ഒഴിവായിരിക്കുന്നു എന്ന് ഇമാം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ കൊച്ചുകൃതിയിലൂടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസ കാര്യങ്ങളാണ് ഇമാം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പ്രതിപാദിക്കേണ്ടായത്. വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് ആ കാര്യങ്ങൾ പറയുകയുണ്ടായത്. അതിൽ തന്നെ ആവർത്തനമായി വന്ന കാര്യങ്ങൾ ഈ ദർസിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി ഗ്രഹിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് പ്രവർത്തിക്കുവാനും നമ്മൾക്കെല്ലാവർക്കും തൗഫീഖും ആഫിയത്തും നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.